മാർഗോ നീ മാറിയോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു വളർച്ചയും അല്ലെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു വളർച്ചയും കണ്ടിട്ട് അത്രത്തോളം ദഹിക്കാത്ത ചില ആളുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അന്നും ഇന്നും എക്കാലത്തും ഉള്ളതാണ്. മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾ. അത് ഇപ്പോൾ ഫിലിം ഫീൽഡിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടാകുന്ന പോലത്തെ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് മാർക്കോ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ട സമയത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ അന്ന് പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല. കരക്കമ്പി കേൾക്കുന്നത് പ്രകാരം ഇതൊരിക്കലും ഒരു മലയാളത്തിൻ്റെ KGF അല്ല, പകരം ഇന്ത്യൻ സിനിമയുടെ തന്നെ ആദ്യത്തെ മാർക്കോയാണ് എന്നുള്ളതായിരുന്നു. ആൻഡ് ഞാൻ ആ കേട്ടിട്ടുള്ള കരക്കമ്പി സത്യമാണെന്നുള്ളത് ഞാൻ പിന്നീട് മാർക്കോ സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ പൊന്നടാവേ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനൊരു സിനിമ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് നമുക്ക് അപ്പുറത്തെ ഇൻഡസ്ട്രിയിലേക്ക് ആരെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ഒന്ന് ഡിബേറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പടം അങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ പടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പേര് പറഞ്ഞാൽ മതി, മാർക്കോ. അതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒരക്ഷരവും മിണ്ടാനില്ല. എല്ലാവരുടെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കും അല്ലേ. അമ്മാതിരി ബ്രഹ്മാണ്ഡ സാധനമാണിത്. അപ്പം ഈ പടം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുമായിട്ട് ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ പടം ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗം വേണ്ടി പുള്ളി വന്ന് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബൈറ്റ് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ആ ഒരു വീഡിയോ ഇങ്ങോട്ട് വെക്കാം. ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ അതായത് സിനിമയിൽ പറയുന്നുണ്ട്. ഓക്കെ, വെട്ടിക്കീറലുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ആരെയും കൊല്ലലുകളോ ഇല്ലാതെ എല്ലാവർക്കും പടം കാണാൻ തിയേറ്ററിൽ പോകാം എന്നുള്ളതാണ് സുരാജ് വെഞ്ഞാറമ്മൂട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം പുള്ളി പല വേദികളിലും സ്റ്റേജുകളിലൊക്കെ പോയിട്ടാണെങ്കിൽ ഇത്തരം സർക്കാസ്റ്റിക്കായിട്ട് ചില തമാശകൾ പറയാനെ കൊണ്ട് പുള്ളി ശ്രമിക്കാറുണ്ട്. അതിൽ ഒരു പരിധിയൊക്കെ വിജയിക്കാറുണ്ട്, ചിലതൊക്കെ ചളിയായി പോകാറുണ്ട്. പക്ഷേ പുള്ളി എപ്പോഴും ആ ഒരു തമാശ വൈബിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന ഒരാളാണ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഈ ഒരു മാർക്കോ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് തൻ്റെ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സ്റ്റാറ്റിക്സ് ആണ്. അല്ലെങ്കിൽ മാർക്കോ പടം വിജയിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സക്സസ് കണ്ടിട്ട് കല്ല് കടിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിദഗ്ധന്മാർ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. പറഞ്ഞത് നന്നായി, എന്നാൽ ശരി മാർക്കോയ്ക്ക് പോകാം. സുരാജ് ചെറ്റവർത്താനമാണല്ലോ പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ്റെ വളർച്ച മൈഡന് സഹിക്കുന്നില്ല. ഈ കമൻസിനൊക്കെ 5000-6000 ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എല്ലാ ആളുകളും ഒരേപോലെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നല്ല കുശുമ്പുണ്ടല്ലോ മൈത്താണ്ടിക്ക്. ഒരുമാതിരി വർത്തമാനം പറയരുത്. സുരാജ് ഒരു താളിച്ച തന്നെ. സിനിമയുടെ കഷ്ടപ്പാട് അറിയുന്നവൻ ഒരിക്കലും മറ്റൊരു സിനിമയെ ഇങ്ങനെ ഊക്കില്ല. ദ റിയൽ ഫേസ് ഓഫ് സുരാജ്. ഇന്നലെ മാർക്കോ കണ്ടു, ഇന്ന് ED കാണാമെന്ന് കരുതിയതായിരുന്നു, ഇനി വേണ്ട. ഈ ഒരു ഒറ്റ ബൈറ്റിലെ ഈ ഒരു സ്പീച്ച് കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഇനിയും ED കാണാൻ പോകണ്ട എന്നുള്ള രീതിയിലോട്ട് വരെ എത്തിച്ചേക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ ഫാമിലിയും കണ്ടാൽ മതി. ഞങ്ങൾ എല്ലാവരും വെട്ടിക്കേറലുകൾ കാണും. ഓക്കെ ബൈ. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ ഒറ്റപ്പടം കൊണ്ട് അടിച്ചുകൊണ്ട് പോയി. പിന്നെ തന്തയില്ലായ്മ പറയരുത്. മുറ ഇറങ്ങിയപ്പോൾ നിനക്ക് ഇതേ അഭിപ്രായമായിരുന്നോ? ഉണ്ണി മുകുന്ദനെ ഒതുക്കുന്നു എന്നും പലരും പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. അത് ഒരുമാതിരി തേപ്പല്ലേ കാണിക്കുന്നത്. എന്തൊരു കുശുമ്പാണല്ലോ സുരാജ് നിനക്ക്. ഈ ചേട്ടൻ കാണൂ, ഞങ്ങൾ വെട്ടിക്കീറുന്നത് കണ്ടിട്ട് വരാം. അതാണോ 10 ആളില്ലാത്ത ഷോ നടത്താത്തത്? സ്വന്തം പടം മാന്യമായി പ്രൊമോട്ട് ചെയ്യണം, അല്ലാതെ മറ്റൊരു സിനിമയെ ചവിട്ടിത്താഴ്ത്തരുത്. പിന്നെ പടം കണ്ടിട്ട് സ്ക്രീൻ ആരും വെട്ടിക്കീറാതിരുന്നാൽ ഭാഗ്യം. നല്ല ദണ്ണമുണ്ടല്ലോ, മൂങ്ങിക്കോ. അപ്പോൾ ഉണ്ണി പറഞ്ഞ ഒരു ചെന്നായ ഇതാകും അല്ലേ എന്ന് പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫേമസ് ഡയലോഗാണ് ആ സിനിമയ്ക്കകത്തിലെ. ഞാൻ വന്നപ്പോൾ തൊട്ട് കുറേ ചെന്നായ്ക്കൾ എന്നെ തട്ടിക്കീറാനെ കൊണ്ട് എൻ്റെ മെക്കിട്ട് കയറാൻ വരികയാണ്, ഇനി ഞാൻ ഒറ്റയ്ക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫേമസ് ഡയലോഗ്. ആ ഇതിനകത്ത് പറയുന്ന ചെന്നായ്ക്കളിൽ ഒരു ചെന്നായാണോ സുരാജ് വെഞ്ഞാറമ്മൂട് എന്നുള്ള രീതിയിലോട്ട് ആൾക്കാർ ഇതിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സത്യം. സീരിയസ്ലി ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇവരിപ്പം പലരും പല രീതിയിൽ ആ മാർക്കോ സിനിമയെ പറ്റിയിട്ട് ചിലരാണെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നതായിട്ട് കേട്ടു. അതായത് മീഡിയാസിനടുത്ത ബൈറ്റിലും പ്രസ് മീറ്റിലൊക്കെ കേട്ടു. അതായത് എല്ലാ സിനിമയും ഇറങ്ങണം, എല്ലാ സിനിമയും സക്സസ് ആവണം, ഇറങ്ങുന്ന എല്ലാ പടവും ഒരേപോലെ വിജയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എല്ലാ പടവും ഒരേപോലെ വിജയിക്കണം എന്ന ആളുകൾ പറയുമ്പോഴും അവർക്കറിയാം എല്ലാം ഒരേപോലെ വിജയിക്കൂല. ഓരോ ചാനലിന് ആ ഒരു ടൈമിൽ ട്രെൻഡ് എന്താണോ ആ സാധനം മാത്രമായിരിക്കും ആ സമയത്ത് വലിയൊരു സക്സസിലോട്ട് എത്തുക എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് സംസാരിക്കുമ്പോഴത്തേക്കിന് അത് സർക്കാസം ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ കൂടി
ആ തമാശ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ വഴി തിരിച്ച് ആളുകളിലേക്ക് എത്തും. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് അപ്പം ആ ഒരു ഉണ്ണിമുകുന്ദൻ്റെ സിനിമയുടെ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു സിനിമ വെട്ടിക്കീറലാണ് അതിനകത്ത് മൊത്തം. അപ്പം നിങ്ങൾ അത് കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെട്ടിക്കീറലായിരിക്കും, സർട്ടിഫിക്കറ്റ് ആണ്, എല്ലാവർക്കും കാണാൻ പറ്റില്ല. എൻ്റെ പടത്തിലോട്ട് വരും, അവിടെ ആകുമ്പം ഫാമിലി സിനിമയാണ്, അപ്പോൾ നിങ്ങൾക്കത് ധൈര്യമായിട്ട് കാണാമല്ലോ എന്നുള്ള പറയുന്ന രീതിയിലേക്കാണ് ആ ഒരു സാധനത്തെ വ്യാഖ്യാനിച്ചെത്തുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ആൾക്കാർ മൊത്തം എന്നാ തെറിവിളിയാണ് ഇതിൻ്റെ താഴെ വന്നേക്കുന്നത് അല്ലേ. ഇതിനെ കുറിച്ചിട്ട് അന്ന് ഉണ്ണിമുകുന്ദനാണ് ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ മീഡിയാസിനെടുത്ത ബൈറ്റിനകത്തിലെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് ഇനി ഇതൊക്കെ ആലോചിച്ചിട്ടാണ് പുള്ളി അന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി. അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാവുമ്പോൾ ഇവിടുത്തെ യൂത്ത് അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു, ഇത്തരം സിനിമകൾ ഇവിടുത്തെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ കളിപ്പിക്കുന്നു, നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു. എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിലിം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു കോൺഫിഡൻസ് വരട്ടെ. ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം പാരലലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപ്പടം വരിക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഓക്കെ, ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപ്പടം വരിക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നുള്ളത്. ഓക്കെ, ഈ സെയിം സാധനമാണ് നേരത്തെ സുരാജ് വെഞ്ഞാറമൂട് അവിടെ പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് വെട്ടിക്കീറലുകളോ കൊള്ളലോ സംഭവങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും വന്ന് ഒരേപോലെ കാണാം എന്നൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഉണ്ണിമുകുന്ദൻ ഇവിടെ എന്താണ് പറയുന്നത്, ഇവരുടെ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദൻ പറയുന്നൊരു സാധനമാണ്, ഇതിപ്പം ക്രിസ്മസ് ടൈമിൽ ഇങ്ങനൊരു പടം ഇറങ്ങി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു ആക്ഷൻ പടം ഇറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രം തൻ്റെ പടത്തെ പറ്റി മാത്രം സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ സുരാജ് വെഞ്ഞാറമൂട് പറയുന്നൊരു സാധനം എന്താണ്, ഇപ്പം ഇതിനകത്ത് കീറി മുറിക്കലുകളോ വെട്ടിക്കീറലുകളോ അല്ലെങ്കിൽ കൊല്ലലോ അല്ലെങ്കിൽ കൊലപാതക സംഭവങ്ങളൊന്നുമില്ല, ഇതിനകത്ത് എല്ലാ ഓഡിയൻസിനും വരാം, സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പടമല്ല, എല്ലാ ഓഡിയൻസിനും വരാം എന്നൊരു സാധനം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു പടത്തെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള പടങ്ങൾ ഒരേപോലെ വിജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് പ്രേക്ഷകരുടെ മുന്നിൽ അങ്ങനെ പേരിനാണെങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിൽ വലിയ തരക്കേടില്ലാതെ പോയിനെ. പക്ഷെ അങ്ങനെ ഒരു ഡയലോഗ് വന്നതാണ് ഇപ്പം ഈ രീതിയിലോട്ട് എത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് നമ്മുടെ ടിനീട്ടോം പറയുന്നൊരു ബൈറ്റ് ഇപ്പം കുറച്ച് വൈറലാവുന്നുണ്ട്. ആ ഒരു ബൈറ്റോടെ ഇങ്ങോട്ട് വെക്കാം. പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചത്. അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ്. ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ചേട്ടാ ഈ വിൽക്കുന്നത്, സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അപ്പോൾ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു. എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സംഘത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്, ഉണ്ണിമുകുന്ദൻ എന്നാണ് പേര്. അപ്പം അതിലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ, ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിൽ. അപ്പോൾ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു അതിവൻ പുതിയ പയ്യനാണല്ലോ, എൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഒരുപക്ഷെ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാലചക്രം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആരെയും ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. ഒരു മയിൽക്കുറ്റിയാണെങ്കിൽ പോലും നാളെ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. രാജീവ് കുമാർ സാർ എന്നെ പഠിപ്പിച്ചെന്ന അതാണ്. ഇന്ന് ഇവനിപ്പോൾ ചെറിയൊരു നടനായിരിക്കും, പക്ഷെ നാളെ നല്ലൊരു ഹീറോയി മാറും. എൻ്റെ മോനെ, ഈ പറഞ്ഞ സാധനത്തിനൊരു മാസം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, രോമാഞ്ചിഫിക്കേഷൻ. അന്ന് ഉണ്ണിമുകുന്ദൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ ആ ഒരു നടി ആരാണെങ്കിലും ഇന്ന് ഉണ്ണിമുകുന്ദൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ആളുകൾക്കിടയിൽ ക്യൂ നിൽക്കണം. എൻ്റെ മോനെ, സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ആളുകൾക്ക് സക്സസ് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഇത്തരം കയ്യടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ആ ഒരു റണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എന്തൊക്കെയോ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ശ്രമത്തിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ സക്സസ് ആയിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ കൈയടിക്കാൻ ഗാലറി എല്ലാ ആളുകളും നിറഞ്ഞിരിക്കും. അങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സക്സസിൽ അവിടുന്ന് ഇവിടുന്ന് കേട്ട് വരുന്ന ഈ ഒരു അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ. ആൻഡ് ബാക്കി അന്ന് ഇപ്പം ഉണ്ണിമുകുന്ദൻ്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതോടെ എന്നോട് വെക്കാം. നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളും ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് നീ പറഞ്ഞൊരു കാര്യമുണ്ട്, കേസിൽ ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മുകളിൽ ചാടി തീരുമാനമായാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു വരുന്നത്, നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ട് എങ്ങനെയാണ് ഉണ്ണി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത്? എന്നിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കുറച്ച് വെള്ളം
ഇതൊരു ഈ ബസ്സിന് മാത്രമാണ് ഇതൊരു ചെറിയ ചെറിയ ഉണ്ണികളാണ് ശരിയാണ്. എൻ്റെ മോനെ ഈ ഒരു വിഷ്വൽ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഉണ്ണിമുന്തനെ തോന്നിയൊരു ഇഷ്ടമുണ്ട്. കാരണം ആ ഒരു സ്ട്രഗിള് അന്ന് ആത്മഹത്യയുടെ വക്കിൽ തന്നെ നിന്നിട്ട് പിന്നീട് ഇന്ന് ഈ ഒരു സിനിമയുടെ ഒരു സക്സസിലോട്ട് എത്തി എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങളെടുത്തു അല്ലേ. ആ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ആളുകൾക്കിടയിൽ ആളുകളുടെ മനസ്സിലോട്ട് ഇത്രയും ആഴത്തിൽ പതിയാനെ കൊണ്ട് ഇത്രയും വർഷമെടുത്ത് ഈ ഒരു സിനിമ വരേണ്ടതായിട്ട് വന്നു അല്ലേ. ഇതേപോലെ സിനിമകൾ സ്വപ്നം കണ്ട് നമ്മൾ എന്താ പറയുക പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. വീട്ടിലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടില്ലാത്തതിൻ്റെ പേരിൽ ആഗ്രഹിച്ച സ്വപ്നം നമ്മുടെ സിനിമ എന്ന് പറയുന്നൊരു സാധനം അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, നമ്മുടെ ടൈം, നമ്മുടെ പൈസ, നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉള്ളത് മുഴുവൻ കൊടുത്ത് നമ്മളവിടെ നിന്നിട്ടും ജീവിതത്തിൽ ഒന്നും ആവാൻ പോകുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ. അത്രയും ആളുകൾക്കും ഭയങ്കര ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ജേണി തന്നെയായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ. അതൊന്നും പറയാനില്ല. കാരണം ഇതൊക്കെ എല്ലാവരും കാണണോടെ, ഇതൊക്കെ സീരിയസ്ലി. കാരണം ഉണ്ണിമുകുന്ദൻ്റെ അതും ഇതൊക്കെ പറയുന്ന ആളുകൾ ഇപ്പം നമ്മളും അതായത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു നല്ലത് അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ നല്ലതെന്ന് തന്നെ പറയണം. പക്ഷെ അതിന് പോലും ആ നല്ലതെന്ന് പോലും പറയാൻ മടിക്കുന്ന ചില ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, ഈവൻ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, ആരുടെയും പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആരൊക്കെയായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഓക്കെ. അപ്പം ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട് ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ സക്സസിലോട്ട് വിടാതിരിക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പല റൂമേഴ്സൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് അതിനെല്ലാം ഇനി ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇനിയിപ്പം മലയാളം ഇൻഡസ്ട്രി അല്ലടി ഒരു ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ട് മാറിയുന്ന ഒരു സാധനമാണ് ഈ മാർക്കോ എന്ന് പറയുന്നത്. അമ്മാതിരി ഐറ്റമാണിത് അല്ലേ. അപ്പം ഈ സമയത്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് ഈ ഒരു ടൈമിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബൈറ്റ് ആളുകളിലോട്ട് എത്തുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ആളുകൾ ഇതൊരു അസൂയയുടെ ഇതാണ്, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ വളർച്ച ഇഷ്ടപ്പെടാതാണ്, ഇപ്പോൾ തൻ്റെ പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ. ഇത് തന്നെ ആളുകൾക്ക് ആ രീതിയിലേക്ക് എത്തുന്നതിൽ ആളുകളെയും പ്രത്യേകിച്ച് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു സാധനം ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഓക്കെ, സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും തമാശ പറഞ്ഞപ്പോഴും എല്ലാ സമയത്തും നമുക്ക് എല്ലാ തമാശയും തമാശയായിട്ട് തോന്നണമെന്നില്ല അല്ലേ. അപ്പം സിനിമയ്ക്കകത്തുള്ള ആളുകൾ തന്നെ ഇത്തരം രീതിയിലുള്ള വാക്കുകൾ പറയുന്നു, അതിനെ ആളുകൾ പല രീതിയിൽ എടുക്കുന്നു. അപ്പം സിനിമയ്ക്ക് പുറത്തുള്ള ആളുകൾ ഇതിനൊരു റിവ്യൂ പറയുകയാണെങ്കിലും ഇതിനെ പറ്റിയിട്ട് സിനിമയെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴും അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ സിദ്ദിഖ് പുള്ളിയുടെ ഒരു ബൈറ്റ് ഒരു മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ വെക്കണം. കാരണം പടം കണ്ടതിന് ശേഷം പുള്ളിയുടെ ഇതുകൂടെ വെച്ചിട്ട് വേണം കുറച്ച് കാര്യം സംസാരിക്കാൻ. മാർക്കൊരു കൂടുതൽ രക്ഷയില്ലോ ഗംഭീരമായിട്ട് എങ്ങനെയായിട്ട് ആൾക്കാരെ വിളിച്ചായിരുന്നു. ഉണ്ണിമുകുന്ദന്റെ കരിയറിലൊരു ഭയങ്കര ഭയങ്കര അഭിപ്രായം. ടിക്കറ്റ് ഇട്ടല്ലെന്ന് പറഞ്ഞു. ചേട്ടന്റെ റോളിനെ കുറിച്ചും ഡയലോഗിനെ കുറിച്ചും ഒക്കെ ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദന്. അതെല്ലാം ഭയങ്കരമായിട്ട് മോനെ ആ ഇൻട്രോ പറയുന്ന പുള്ളിയുടെ ഒരു നറേഷൻ അമ്മാതിരി ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇത് പറയാലോ, നമ്മുടെ നാട്ടിലെ വിജയരാഘവൻ സിദ്ദിഖ് ഇവർ രണ്ടുപേരെ ഒരേ ത്രാസിൽ വേണമെങ്കിൽ തൂക്കാം. കാര്യം അഭിനയത്തിൻ്റെ എന്താ പറയുക, അഭിനയത്തിന് ഇരുത്തം വന്ന നടന്മാർ അതിൻ്റെ ഒരു പീക്ക് ലെവൽ ഉണ്ടല്ലോ, അതാണ് ഇവർ രണ്ടുപേരും. കാരണം ഇവരുടെ ഒരു പടത്തിലെ വോയിസ് മോഡുലേഷൻ എൻ്റെ പൊന്നിടാവേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള എങ്ങനെയാണ് ഇങ്ങനെ വോയിസ് മോഡുലേഷൻ ഇങ്ങനെ ഇയാൾ സെറ്റ് ചെയ്യുന്നത് മനസ്സിലാവാത്തത്. എന്നിട്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മുടെ മാർക്കോയ്ക്കകത്ത് മികാലിനകത്തുള്ള പോലത്തെ പുള്ളിക്കൊരു ചെകുത്താൻ വൈബ്, ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്പോഷർ ഉണ്ട്. ആ സാധനം അത്രത്തോളം ഈ ഒരു പടത്തിൽ അത്രത്തോളം എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ബട്ട് ഈ പറയുന്ന പോലെ കുറച്ച് നറേഷൻ അല്ലെങ്കിൽ മാസ് ഡയലോഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയാമല്ലോ. അതിനകത്ത് കുറച്ച് എന്താ പറയുക, നമുക്ക് കോമഡി ആയിട്ട് എനിക്ക് ചെയ്യണമെന്ന് റീൽസിൽ കണ്ടന്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയൊരു സംഭവമുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫണ്ണായിട്ട്. പക്ഷെ അത് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയുടെ ചിലപ്പോൾ സ്പോയിലർ ആയിപ്പോവും. അത് നമ്മൾ ആ സിനിമയെ മോശമായിട്ട് ബാധിക്കും. അത് ചെയ്യാൻ പാടില്ല. സോ സിനിമ OTT വന്നതിന് ശേഷം നമ്മുടെ റീൽസിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ആ വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് നൈസ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, സർക്കാസ്റ്റായിട്ടൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ലൈഫിൽ ഈ ഒരു ജേണിയിൽ ഏറ്റവും പീക്ക് ലെവൽ സാധനമാണിത്. കാരണം ഇതിന് മുകളിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ പടങ്ങൾ ഇനി ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇതിന് മുകളിൽ എന്താണ് എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഇതിന് മുകളിൽ എന്താണ് ഇനി ഒരു വയലൻസിൻ്റെ ഒരു സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തിനൊക്കെ ആയാലും ഇപ്പം സുരാജ് വെഞ്ഞാറമൂടാണെങ്കിലും ഏതൊരു ആക്ടറാണെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ പറയുന്ന തമാശകൾ എല്ലാ പ്രേക്ഷകരും അതേപോലെ എടുക്കണമെന്ന് അങ്ങനെ നിർബന്ധം പറയാൻ പറ്റില്ല.